ശ്രീനാരായണ ഗുരുദേവന്റെ 170ാമത് ജന്മദിന വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാറിലെ വിവിധ ശാഖകളുടെ ആഭിമുഖ്യത്തിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അതാത് ശാഖ ഓഫീസുകളിൽ മാത്രം ജയന്തി ആഘോഷം നടത്തണമെന്ന് SNDP നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. ഒരു ജാതി ഒരു മതം, മനുഷ്യന് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി തുടങ്ങിയ ആദർശങ്ങൾ മാനവരക്ഷയ്ക്കായി ഉപയോഗിച്ച യുഗപുരുഷൻ കൂടിയായ ശ്രീനാരായണ ഗുരുദേവന്റെ 170ാമത് ജന്മദിന വാർഷിക ആഘോഷമാണ് SNDP പീരുമേട് യൂണിയന്റെ കീഴിലെ വണ്ടിപ്പെരിയാർ ശാഖകളിൽ നടത്തിയത്. വണ്ടിപ്പെരിയാർ ഗുരുമന്ദിരത്തിൽ രാവിലെ മുതൽ തന്നെ പ്രത്യേക പൂജകളും വഴിപാടുകളും പ്രാർത്ഥനയും നടന്നു. വണ്ടിപ്പെരിയാർ മാതൃശാഖ 1494 ശാഖയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഗുരുദേവ ജന്മദിന ആഘോഷ പരിപാടി പീരുമേട് MLA വാഴൂർ സോമൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, കേരളത്തിന്റെ ലോകത്തിന്റെ തന്നെ ഒരു നവോത്ഥാന ശക്തി എന്ന നിലയിലാണ് ഗുരുദേവനെ ഇന്ന് ലോകം കാണുന്നത്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അത്ര പ്രസക്തി നൽകാതിരുന്ന ആളുകൾ പോലും, നാനാജാതി മതസ്ഥർ പോലും ഇപ്പോൾ ഗുരുദേവന്റെ ദർശനങ്ങളെ അങ്ങേയറ്റം പ്രകീർത്തിക്കുന്ന കാര്യം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. യോഗത്തിൽ സെക്രട്ടറി കലേഷ് കുമാർ അധ്യക്ഷനായിരുന്നു. പ്രസിഡന്റ് ശിവാനന്ദൻ ദേവികാനം മുഖ്യപ്രഭാഷണം നടത്തി. ടൗൺ ശാഖ മാനേജിംഗ് കമ്മിറ്റി അംഗം PD മോഹനൻ യോഗത്തിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. തുടർന്ന് SLC+2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിക്കുകയും ചെയ്തു. ഗുരുദേവന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ഭാരവാഹികൾ നേർച്ച സദ്യയും തയ്യാറാക്കിയിരുന്നു. വിവിധ ശാഖകളിൽ നിന്നും നൂറുകണക്കിന് ശ്രീനാരായണീയരാണ് ജന്മദിന ആഘോഷ പരിപാടിയിൽ മാതൃശാഖയിൽ എത്തിച്ചേർന്നത്. ഇതോടൊപ്പം വണ്ടിപ്പെരിയാർ ടൗൺ 38, 39 നമ്പർ ശാഖയിൽ നടന്ന ജന്മദിന ആഘോഷ പരിപാടിയിൽ ശാഖാ പ്രസിഡന്റ് PK ഗോപിനാഥൻ അധ്യക്ഷനായിരുന്നു. SNDP പീരുമേട് യൂണിയൻ സെക്രട്ടറി KP ബിനു കീന്തനാനിക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശാഖായോഗം കുടുംബാംഗങ്ങളിൽ നിന്നുള്ള SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിക്കുകയും പായസ വിതരണം നടത്തുകയും ചെയ്തു. സെക്രട്ടറി P നളിനാക്ഷൻ, വൈസ് പ്രസിഡന്റ് PD മോഹനൻ, യൂണിയൻ കമ്മിറ്റി അംഗം രാജേഷ് രാജൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. ശാഖയിലെ മുഴുവൻ കുടുംബാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.